ഇന്ത്യയിൽ ഇത്രയും വയലൻസ് ഉള്ള മൂവി സാധാരണ പുറത്തുനിന്ന് അഫ്കോഴ്സ് ബ്ലഡ് തന്നെയാണ്. നമ്മൾ ഈ പടത്തിൽ കൂടുതലും ബ്ലഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതില് പല ഒരു 8 ഭാഗം പോലെ സെൻസറിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ന്യൂ ഇയർ മെസ്സേജ് ചോദിക്കുന്നത്. ഓക്കെ, മാർക്കോ എന്ന മൂവിയുടെ മേക്കമ്മനാണ് സുധീശ്വരൻ തന്നെയാണ്. വളരെ സന്തോഷം. ഇപ്പോൾ മണിച്ചേട്ടന്റെ ഒരു പേരിൽ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. 2025 സ്റ്റാർട്ടിങ്ങിന് എനിക്കൊരു അവാർഡ് കിട്ടുകയാണ്. ഭയങ്കര സന്തോഷം. മാർക്കോ അതിഗംഭീരമായിട്ട് പോവുകയാണ്. അത്യാവശ്യം എല്ലാ മീഡിയക്കാരും ഭയങ്കര സപ്പോർട്ടാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ദുബായിലായിരുന്നു, കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ. അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. എന്നാലും എല്ലാവരും കാണുക, മാർക്കോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു ചർച്ചയായിരിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് ഒരു മേക്കപ്പ് മാൻ ഇത്രയും വലിയൊരു മൂവി ചെയ്യുന്ന പറയുമ്പോൾ അഭിമാനമാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഒരു അഭിമാനിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും വയലൻസ് ഉള്ള മൂവി സാധാരണ പുറത്തുനിന്ന് ആൾക്കാരാണ് വന്ന് ചെയ്യുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നിന്നും ഇങ്ങനെ ഒരു മേക്കമാൻ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇനിയും സപ്പോർട്ടിന് കൂടെ ഉണ്ടാവണമെന്ന് അനുഗ്രഹിക്കണം. ഞാൻ ശരിക്കും ഫീൽ ഗുഡ് മൂവിയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ജെ ജെ ഹെ, നമ്മളെ കൊല്ലത്തേനാണ് ഷൂട്ട് ചെയ്യുന്നത്. ജെ ജെ ഹെ, പാലിമി, വാഴ, അതുപോലെ തന്നെ ലാസ്റ്റ് ഗുരുവായൂരമ്പല നടയിൽ, ഇതിൻ്റെയൊക്കെ മേക്കമാൻ ഞാനാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മൂവി ആസിഫ് അലിക്കയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയും ദുബായിലൊരു പടം നടക്കുന്നുണ്ട്. പിന്നെ ബിപിൻ ദാസ് അതായത് ഗുരുവായൂരമ്പലയുടെ പ്രൊഡ്യൂസറുടെ ഈ പറഞ്ഞ പോലെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു പടം നടക്കുന്നുണ്ട്, വസ്ത്രസമേതം ബന്ധുമിത്രാദികൾ. അത്യാവശ്യം ദൈവസ്ഥ വർക്ക് ഉണ്ട്, നന്നായിട്ട് പോകുന്നു. ഇപ്പം മാർക്കയാണ് ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ന്യൂ ഇയർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ബോംബെയിലാണ്, പ്രൊമോഷനിലാണ്. അതെ 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 അതെ. ശരിക്കും ഇത് അനീഫ് സാർ, ഡയറക്ടറിന്റെ അനീഫ് സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിന് ഒരു പ്രീ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം ശരിക്കും ഇത് മലയാളത്തിൽ വരുന്നൊരു വയലൻസ് മൂവി ആയ കാരണം ആദ്യം ഒരു പ്രീ പ്ലാനിങ് ആദ്യമേ ഉണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങണേനും ഒരു മാസം മുമ്പ് വർക്ക്ഷോപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഇത് പ്രോസറ്റിക് മേക്കപ്പാണ് വേണ്ടത്. ഇത് മൊത്തത്തിൽ നമ്മൾ സാധാരണ കാണുന്ന സിനിമയിൽ ഫീൽ ഗുഡ് മൂവിയിൽ കാണുമ്പോഴത്തെ ഒരു മേക്കപ്പ് ഫീൽ അല്ല. ഇത് ശരിക്കും പ്രോസറ്റിക് എന്താ പറയുക, വയലൻസിൽ കാണിക്കാൻ പറ്റുന്ന മേക്കപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ അറിയാം അത്രയും ഒറിജിനാലിറ്റിയാണ്. എല്ലാ ഫ്രെയിമും നോക്കുമ്പോൾ അറിയാം അത്രയും ഒറിജിനാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഒരു 8 ഭാഗം പോലെ സെൻസറിൽ കട്ട് ചെയ്തിട്ടുണ്ട് ബിഗിനിങ് വരുന്നത്. അത് ഈ സെൻസറിങ്ങിന്റെ ലിമിറ്റേഷൻ പ്രോബ്ലം കട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റിയിലുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെയാണ് എല്ലാവരും ഒരു പ്രതീക്ഷ. ഭയാനകമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അവർ മാറ്റിയത്. കാരണം അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ സിനിമ ബാൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അത് കാരണം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുവരെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഇങ്ങനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാലും പ്രതീക്ഷിക്കുന്നു. അഫ്കോഴ്സ് ബ്ലഡ് തന്നെയാണ്. നമ്മൾ ഈ പടത്തിൽ കൂടുതലും ബ്ലഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മുഖ്യ ഇന്റർവ്യൂവിലും പറഞ്ഞ പോലെ 200 മേലെ 240 ലിറ്റർ കൺഫേം ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പർച്ചേസ് ചെയ്തതിന്റെ ഒരു കണക്കാണത്. എനിക്കത് 11 ഫൈറ്റ് ഉണ്ട് പടത്തിൽ. 2 ഫൈറ്റോടെ നമ്മളത് ഡിലീറ്റ് ചെയ്തതാണ്, അതിന്റെ ഡ്യൂറേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും ബ്ലഡ് നമുക്ക് ആവശ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.